Dear students, flexible muscle is present in eye, earlobe, heart, tongue. ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ടങ് ആണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇത്തരത്തിൽ ചോദിച്ച് കാണാറുണ്ട്. ആ കാര്യങ്ങൾ ഞാൻ ലിസ്റ്റ് ചെയ്യുകയാണ്. ലാർജസ്റ്റ് മസിൽ പല പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ്. ലോങ്ങസ്റ്റ് മസിൽ എന്നാണ് ചോദ്യം വരുന്നതെങ്കിൽ അത് സാർട്ടോറിയസ് മസിലാണ്. സ്ട്രോങ്ങസ്റ്റ് മസിൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ മസീറ്റർ മസിലാണ്. ഹാർഡസ്റ്റ് വർക്കിംഗ് മസിൽ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഹാർട്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ആ രീതിയിലേക്ക് അത് മനസ്സിലാക്കിയെടുക്കണം. മോസ്റ്റ് ആക്റ്റീവ് മസിൽ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് ഐ മസിൽസ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. അതേപോലെ സ്മോളസ്റ്റ് മസിൽ ചോദിച്ചിട്ടുണ്ട്. അത് സ്റ്റെപ്പീഡിയസ് ആണ്. അതേപോലെ ഈ ലാർജസ്റ്റ് സ്മോളസ്റ്റ് എന്നുള്ള ലേബിൾ ചോദിക്കുന്ന മറ്റു കാര്യങ്ങൾ കൂടി പറയാം. ലാർജസ്റ്റ് ഓർഗൻ എന്നറിയപ്പെടുന്നത് സ്കിന്നാണ്. സ്മോളസ്റ്റ് ഓർഗൻ എന്നറിയപ്പെടുന്നത് പീനിയൽ ഗ്ലാൻഡ് ആണ്. അപ്പോൾ ഈ ഓർഗൻ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സർക്കുലേഷനിൽ തന്നെ ആർട്ടീരിയൽ സപ്ലൈ, വീനസ് സപ്ലൈ, അതേപോലെ നെർവ് സപ്ലൈ ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ ഒരു ഓർഗനായിട്ട് ഡിഫൈൻ ചെയ്യത്തുള്ളൂ. അതിനൊരു ഇൻഡിപെൻഡൻറ്റ് ഫങ്ഷൻ ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൻ്റെ പാർട്ടായിരിക്കണം, ഓർഗൻ സിസ്റ്റത്തിൻ്റെ പാർട്ടായിരിക്കണം. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് ചേർന്ന് വന്നെങ്കിൽ മാത്രമേ നമുക്കതിനെ ഒരു ഓർഗൻ എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ലാർജസ്റ്റ് ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത് ലിവറാണ്. അതേപോലെ തന്നെ സ്മോളസ്റ്റ് ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത് നമ്മൾ ഈ പറഞ്ഞ പീനിയൽ ഗ്ലാൻഡ് തന്നെയാണ്. ഇതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്നുള്ളതാണ്. ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത് തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. ലാർജസ്റ്റ് സെല്ല് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്, ഓവമാണ്. സ്മോളസ്റ്റ് സെല്ല് ചോദിച്ചിട്ടുണ്ട്, സ്പേമാണ്. ഈ സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് ഈ ലോങ്ങസ്റ്റ് സെൽ എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അത് ന്യൂറോൺ ആണ്. ലാർജസ്റ്റ് ബോൺ ചോദിച്ചിട്ടുണ്ട്, അത് ഫീമറാണ്. സ്മോളസ്റ്റ് ബോൺ ചോദിച്ചിട്ടുണ്ട്, അത് സ്റ്റേപ്പിസ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അത് കൃത്യമായിട്ട് എഴുതി വെക്കുക. ഇപ്പം ഞാൻ ലിസ്റ്റ് ചെയ്ത കാര്യങ്ങൾ ഈ 1-2 മിനിറ്റ് കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ 10-15 ക്വസ്റ്റ്യൻ ഉള്ളതായി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ക്രേനിയൽ നെർവുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലോങ്ങസ്റ്റ് ക്രേനിയൽ നെർവ് ഏതാണ്? വേഗസ് നെർവാണ്. തിക്കസ്റ്റ്, ലാർജസ്റ്റ് എന്നുള്ള രീതിയിൽ തിക്കസ്റ്റ് അല്ലെങ്കിൽ ലാർജസ്റ്റ് ക്രേനിയൽ നെർവ് ഏതാണെന്ന് ചോദിച്ചാൽ ട്രൈജെമിനൽ നെർവാണ്. ട്രൈജെമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 നെർവ് ചുറ്റിത്തിരിഞ്ഞാണ് ഇത് പോകുന്നത്. അത് കഴിഞ്ഞ് 3 സ്ഥലത്തേക്ക് ഡിവൈഡ് ചെയ്ത് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വണ്ണ കൂടുതലാണ്, തിക്നെസ് കൂടുതലാണ്, ലാർജസ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. ലാർജസ്റ്റും ലോങ്ങസ്റ്റും 2 രീതിയിൽ തന്നെ മനസ്സിലാക്കിയെടുക്കണമെന്നുള്ള കാര്യമാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ സ്മോളസ്റ്റ് ആയിട്ടുള്ള ക്രേനിയൽ നെർവ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓൾഫാക്ടറി നെർവാണ്. ദെൻ തിന്നസ്റ്റ് ക്രേനിയൽ നെർവ് ഏതാണ്? അത് ഏറ്റവും വണ്ണം കുറവുള്ള ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ അത് ട്രോക്ലിയർ ആണ്. അപ്പോൾ ഈ ഓൾഫാക്ടറിയുടെ വേറൊരു പ്രത്യേകത ചിലപ്പോൾ സ്മോളസ്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ ചോദിച്ചാലും അത് ആൻസർ ചെയ്തോണം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ച് പഠിക്കുക. ഓക്കെ, താങ്ക് യു.